Good morning, Namaskaram, Suprabhadam. And today my topic basically is ആരെങ്കിലും മടക്കി തരൂ എൻ്റെ കഴിഞ്ഞകാല ദിവസങ്ങൾ. Past is past, it never come again. The present, it's the best gift that we have in our life. The present. Because you don't know that what's going to happen tomorrow. You don't know. I don't know, you don't know. So live the present. ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. എന്തെന്നാൽ നമ്മളേവർക്കും പാസ്റ്റിനോട് വളരെ സ്നേഹമാണ്. വി ഹാവ് എ നൊസ്റ്റാൾജിയ. ആ സമയം നല്ലതായിരുന്നു, മുമ്പ് വളരെ നല്ലതായിരുന്നു. ഇക്കാര്യം നമ്മൾ എല്ലാവരും കേട്ടുവരുന്നു കുട്ടിക്കാലം മുതൽ. നമ്മുടെ പേരൻസിൽ നിന്ന്, നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സിൽ നിന്ന്. എൻ്റെ കാലത്ത് ഇത് അങ്ങനെയായിരുന്നു, അന്ന് വളരെ നല്ലതായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുന്നത് ആ സമയത്താണ്, പ്രസന്റ് ടെൻസിൽ ജീവിക്കുമ്പോൾ. ഇവിടെ AC-യുമുണ്ട്, ഫെസിലിറ്റികളെല്ലാം ഉണ്ട്, റോഡുകളുണ്ട്, ഇന്റർനെറ്റുമുണ്ട്, കമ്പ്യൂട്ടറുമുണ്ട്, ഇൻഫർമേഷൻ വളരെ ഫാസ്റ്റാണ്. എല്ലാം നല്ലതാണ്, വളരെ നല്ല നല്ല കാര്യങ്ങളുണ്ട്, ചിലത് മോശവുമാകാം. എന്നാൽ ഒപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? മുമ്പുണ്ടായിരുന്ന കംഫർട്ട്സ് എല്ലാം. കാരണം മുമ്പ് പെയിൻ എടുക്കേണ്ടി വരില്ലായിരുന്നു, അന്ന് കോമ്പറ്റീഷൻ കുറവായിരുന്നു. ഇന്ന് ഇത്രയും കോമ്പറ്റീഷൻ എന്തുകൊണ്ടാണ്? അതുകൊണ്ട് നമ്മൾ പാസ്റ്റിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു, പാസ്റ്റ് ഓർത്തുകൊണ്ടിരിക്കുന്നു. ബട്ട് ആസ്ക് എ ക്വസ്റ്റ്യൻ. എന്താ നിങ്ങൾക്ക് പാസ്റ്റിനെ പ്രസന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? കൊണ്ടുവരാൻ കഴിയില്ല. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, അവിടെ നിന്ന് വിട്ടുപോന്നു. പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? Don't claim to the past, come in the present and think about the future. പാസ്റ്റിൽ നിന്ന് പഠിക്കൂ, പ്രസന്റിൽ ജീവിക്കൂ, ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യൂ, മുന്നേറൂ. യെസ്, certain things of past will be there on in mankind as well. One, that they should be always very very unbiased kind of a culture. അത് വേണം താനും, unbiased culture. നിങ്ങൾ ഏത് റീസൺ കൊണ്ടായാലും, ഏത് കാസ്റ്റിൽ നിന്നായാലും, ഏത് റിലീജിയനിൽ നിന്നായാലും, if you are doing good, you should really focus on the basis of your talent. This is one I just want to say. Unbiasedന്റെ അർത്ഥം ഇതുമാണ്. അഥവാ നിങ്ങൾ 5 വർഷമായ ആളാണ്, വളരെ ടാലന്റഡുമാണ്, 10 വർഷമായ ആളിനേക്കാൾ മികച്ചതായി, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുക തന്നെ ചെയ്യും. അത് വളരെ ആവശ്യമാണ്. അതർവൈസ് ഈ ടാലന്റ് അഥവാ പിന്നോട്ടായി പോയാൽ അപ്പോൾ ബ്യൂറോക്രസി വന്നു ചേരും. വേണ്ട, ഇയാൾ 10 വർഷം പഴയ ആളാണ്, ഇയാൾക്ക് പ്രൊമോഷൻ കൊടുക്കണം. ദെൻ അവർ സ്പീഡ് വിൽ ബി ലൈക്ക് എനി സർക്കാരി കൈൻഡ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ്. വളരെ ട്രെയിൻ പോലെ നമ്മുടെ സ്പീഡ് അത്രയ്ക്ക് ഉണ്ടാകില്ല. ഇത് കൂടാതെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാസ്റ്റിലും ഇന്നും ഇക്കാര്യം വിശ്വസിക്കുന്നു. ആ പാസ്റ്റിലെ കാര്യം, അതിനെ നമ്മൾ പറയുന്നു പീപ്പിൾ സെൻട്രിസിറ്റി. അത് തീർച്ചയായും വരണം. വാട്ട്സ് ദ മീനിങ് ഓഫ് പീപ്പിൾ സെൻട്രിസിറ്റി? വെൻ ഓർഗനൈസേഷൻ ഈസ് പാൻ ടു അവർ പീപ്പിൾ. നല്ല ആൾക്കാർക്കായി നമ്മൾ എന്തും ചെയ്യും. ലുക്ക് അറ്റ് മാൻകൈൻഡ്. കോവിഡ് ടൈമിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വി ലോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 35+ പീപ്പിൾ. ഹൗ മെനി ഇയേഴ്സ് സാലറി മാൻകൈൻഡ് ഗീവ് ദോസ് പീപ്പിൾ? 13 വർഷം, 13 years salary we give to those people, those who died. Some people come to COVID, some were airlifted. They were put in a hospital for 30 days, 40 days. And who took the expenses meeting? You work hard, you make money, you do it for yourself. That's not life. You go out, you seek for people who need your help, you make their lives better. You become that sponge which can absorb all the negativity, and you become that person who can emit beautiful positive vibes. And when you realize that you have changed someone's life, and because of you, this person didn't give up, that is the day when you live. ആ സമയത്ത് 2 വർഷത്തെ 3 വർഷത്തെ സാലറി കൊടുത്തതിന് ശേഷം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുമായിരുന്നു, ഞങ്ങൾ നല്ല കമ്പനിയാണെന്ന്. ഐ എം ഗിവിംഗ് ആൻ എക്സാമ്പിൾ ഓഫ് ഗിവിംഗ്. ഈവൻ ഇൻ പ്രസന്റ് ടൈം there is a standing instruction to HR. അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ, ആക്സിഡന്റ് ഉണ്ടായാൽ, അൺഫോർച്ചുനേറ്റ് എന്തെങ്കിലും കാരണത്തിൽ ഡെത്ത് സംഭവിച്ചാൽ, ഇക്കാലത്ത് വളരെയധികം ഹാർട്ട് ഫെയിലിയേഴ്സ് വരുന്നുണ്ട്. 43 years old, 35 years old. ഈറ്റിംഗ് ഹാബിറ്റ്സ് കാരണം, ചിലരുടെ ലൈഫ് സ്റ്റൈൽ കാരണം, വെയിറ്റ് കൂടുന്നത് കാരണം അങ്ങനെ മരണം സംഭവിക്കും. ആൻഡ് വി കീപ് ടോക്കിംഗ് അബൌട്ട് ദീസ് 2 things. അഥവാ നിങ്ങൾ എന്നെ എപ്പോഴെങ്കിലും കണ്ടാൽ ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കൂ ചങ്ങാതി, എപ്പോഴും ഞാൻ പറയും. ആക്സിഡന്റിൽ നിന്ന് രക്ഷ നേടൂ, സേഫ്റ്റിക്കൊപ്പം പോകൂ, പിന്നെ വെയിറ്റ് കുറയ്ക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇക്കാരണം കൊണ്ട് തന്നെ ആരും ഒരിക്കലും അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് സംഭവിച്ചാൽ HR-ന് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. 2-3 ദിവസത്തിനകം, 72 hours മാക്സിമം, ലെറ്റർ ഷുഡ് ബി റിലീസ്ഡ് ടു ദ ഫാമിലി. നിങ്ങൾ ഡിസീസ്ഡ് ആണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും?
ആൻഡ് വാട്ട് എവർ ബെസ്റ്റ് ഷുഡ് ബി ഡൺ ക്യാൻ ബി ഡൺ ഷുഡ് ബി ഡൺ. ചിലർക്ക് 50 ലക്ഷം, ചിലർക്ക് 60 ലക്ഷം, ചിലർക്ക് 40 ലക്ഷം. അറ്റ്ലീസ്റ്റ് ആ ലെറ്റർ ഉടനടി വന്നു കഴിഞ്ഞാൽ അവരുടെ ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസ് പൂർണ്ണമായില്ലെങ്കിൽ അത് നടന്നുകൊള്ളും. കാരണം ഏതാളാണോ പോയത് അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ വേദന നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യും. ബട്ട് മോർ പീപ്പിൾ സെൻട്രിക് എക്സാമ്പിൾസ് ഐ വിൽ ഗീവ് യു. ഐ ടെൽ യു ഓണസ്റ്റ്ലി, ദ കൈൻഡ് ഓഫ് ഇന്റൻഷൻസ് വി ഹാവ് ഗോട്ട് ഫോർ പീപ്പിൾ ഈസ് അൺമാച്ച്ഡ്. അതിൽ നമ്പർ 3 റാങ്കിങ് ഒട്ടുമില്ല. അതിൽ നമ്പർ 1 മുകളിലാണ്. വി ആർ മോർ ദാൻ നമ്പർ 1. ഇന്റൻഷൻസിൽ കൊടുക്കുന്നതിൽ, ആൾക്കാർക്ക് കൊടുക്കുന്നതിൽ വി ആർ ഓൾവേസ് നമ്പർ 1 ആൻഡ് വുഡ് ബി നമ്പർ 1 ബിക്കോസ് വി ഹാവ് ഓൾവേസ് ബിലീവ് ഗിവിംഗ് ആക്ച്വലി ഈസ് ടേക്കിംഗ്. നമ്മൾ കൊടുക്കുമ്പോൾ ആൾക്കാർ അതിനെ തിരികെയും നൽകും. ബട്ട് അഗെയിൻ ഞങ്ങൾ എപ്പോഴും ഇത് ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ നല്ല ആൾക്കാർ മുന്നേറണം. നല്ല ആൾക്കാരെ നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യും. ഈ കൾച്ചർ മാൻകൈൻഡിൽ നിന്നും ഒരിക്കലും പോകില്ല. മറ്റൊരു കൾച്ചർ കൂടിയുണ്ട്. യെസ് മാൻ്റെ കൾച്ചർ ഒരിക്കലും വരരുത് മാൻകൈൻഡിനുള്ളിൽ. ഐ ഹാവ് ടോക്ക് നമ്പർ ഓഫ് ടൈംസ്. A yes man is a horrible man. He must be shunned. He is a disgrace. He may rise very high. He may become a minister. He may become a field marshal. But he will never become a leader. He will be used by his superiors. He will be disliked by his colleagues, and his subordinates have no respect for them. യെസ് മാൻ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. നമ്മളാണ് അവരെ ഉണ്ടാക്കുന്നത്. യെസ് മാൻ ഉണ്ടാകുകയല്ല, നമ്മൾ ഉണ്ടാക്കുകയാണ്. എക്സാമ്പിൾ, അഥവാ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളെ എന്തിനെങ്കിലും തയ്യാറാക്കുന്നു. പക്ഷേ നിങ്ങൾ അവരെ വഴക്ക് പറയുകയില്ല. നിങ്ങൾ ജോലിയിൽ ശ്രദ്ധിക്കൂ, എന്നെ എന്തിനാണ് കൊണ്ടുപോകാൻ വന്നത്. അപ്പോൾ നിങ്ങൾ യെസ്മാനെ ഉണ്ടാക്കുകയാണ്. അഥവാ ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ ലഗേജ് എടുക്കുന്നു, നിങ്ങൾക്ക് ടാക്സി നൽകുന്നു, നിങ്ങൾ എടുക്കാൻ സമ്മതിക്കുകയാണ്. യു ആർ റെസ്പോൺസിബിൾ. അയാൾ റെസ്പോൺസിബിൾ ആണോ യെസ്മാനെ ഉണ്ടാക്കാൻ, അതോ നിങ്ങളാണോ റെസ്പോൺസിബിൾ? നിങ്ങളാണ്. ദിസ് ഈസ് ബേസിക്കലി ഡ്യൂട്ടി ഓഫ് എവറി മാനേജർ. നെവർ എവർ ലെറ്റ്സ് ദീസ് തിങ്സ് ഹാപ്പൻസ്. ഈ ഒരു ഉയർന്നവനായി കാണിക്കാനുള്ള ഒരു ഷോക്ക് ഉണ്ടല്ലോ മനുഷ്യരുടെ ഉള്ളിൽ, അവരെയൊക്കെ ചുറ്റും നിർത്താനുള്ള ഒരു ഷോക്ക് ഉണ്ടാകുകയില്ലേ? ദാറ്റ് ക്രിയേറ്റ്സ് യെസ് മാൻ. പിന്നെ അവരെ കൊണ്ട് യു ആർ ക്രേസി, ബയസ്ഡ് കൾച്ചർ, ക്രിറ്റിസിസം, പൊളിറ്റിക്സ് എല്ലാം ആരംഭിക്കും. ആൻഡ് വി ഷുഡ് ഓൾവേസ് ബി അവെയർ ഫ്രം ദീസ് തിങ്സ്. सेल्फ रिस्पेक्टिंग आदमी अपनी ईगो बड़े आदमी के सामने रखता है. प्रेजेंट आदमी अपनी ईगो छोटे आदमी के सामने रखता है. सेल्फ रिस्पेक्ट का आपका टेस्ट कमजोर के साथ थोड़ी है. सेल्फ रिस्पेक्ट का टेस्ट आपका पावरफुल के साथ. ये बहुत बड़े आदमी हैं, नहीं इनके यहाँ तो मैं नहीं झुक सकता, देखा जाएगा. वहां तो पैर पकड़ लेते हैं, और जो वीकर है उसको बताते हैं कि मेरी सेल्फ रिस्पेक्ट और मेरी ईगो क्या है. ഇത് മാൻകൈൻഡിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം. പാസ്റ്റിൽ മാത്രമല്ല, ഇപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ എന്തുണ്ടായിരിക്കണം? ട്രെയിനിങ് ടു ബി ഫണ്ടാസ്റ്റിക്. ഹി ലോസ്റ്റ് സ്പീഡ് ഇൻ ട്രെയിനിങ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രെയിനിങ് വി ആർ വർക്കിംഗ് എ ലോട്ട്. അതിൽ നമുക്ക് വളരെയധികം ചെയ്യാനുണ്ട്. 4ാമത്തെ കാര്യം എന്താണ് വേണ്ടത് മാൻകൈൻഡിൽ? അതാണ് നിങ്ങളുടെ കൺട്രോൾസ്. എത്ര ഡോക്ടേഴ്സിന്റെ കോൾ മിസ് ചെയ്തു? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്ടേഴ്സ്. അത് നിങ്ങൾ പ്രോപ്പറായി കണ്ടോ അതോ ഇല്ലയോ? ഫസ്റ്റ് ലൈൻ കണ്ടോ ഇല്ലയോ? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈജീൻ ഇൻ ദ കമ്പനി ഷുഡ് ഓൾവേസ് ബി ദെയർ. ആൻഡ് വാട്ട് ഹൈജീൻ ഐ എം ടോക്കിംഗ് അബൌട്ട്? എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്? ലാസ്റ്റ് വീക്കിനുള്ളിൽ നിങ്ങളുടെ സെയിൽസ് 60%, 70% അല്ല. നിങ്ങളുടെ ഡെയിലി സെയിൽസ് എത്രയാണ്? നിങ്ങളുടെ വീക്ക്ലി സെയിൽസ് എത്രയാണ്? ലാസ്റ്റ് വീക്ക്ലി സെയിൽസ് കനോട്ട് ബി മോർ ദാൻ 40% ഓഫ് ഫസ്റ്റ് ടു 21st ഓഫ് ദ മന്ത്. ഈ കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. വൈ വൺ സ്റ്റോക്കിസ്റ്റ് ഹാസ് കോൾഡ് ദാറ്റ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ടു മച്ച്. ഇതിലൂടെ അറിയാൻ കഴിയും എന്താണ് സംഭവിക്കുന്നതെന്ന്. വൈ ദി സ്റ്റോക്കിസ്റ്റ് ഹാസ് ബീൻ ഗിവൺ മോർ ഗുഡ്സ്. അവരുടെ ആവറേജ് സെയിലാണ് 5 lakh rupees. വൈ ഓൺ ദിസ് പർട്ടിക്കുലർ മന്ത് ഇറ്റ്സ് ക്വൈറ്റ് ആൻ ലെഗ് പീസ്. വി ആർ വർക്കിംഗ്. ഈ കൺട്രോൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുണ്ടാകും. പാസ്റ്റിലെ കാര്യമായാലും പ്രസന്റിലും ഉണ്ടാകും. ക്യാമിങ് ചേഞ്ച് ആയി തീരണം. വി ആർ ലിവിംഗ് ഇൻ എ ചാറ്റ് GPT കൈൻഡ് ഓഫ് എ വേൾഡ്. ഈ വേൾഡിനുള്ളിൽ ഇതിനുള്ളിൽ ഗൂഗിളും നിലവിലുണ്ട്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇഫ് യു ആർ നോട്ട് ഇവോൾവിംഗ് ദിസ് കൈൻഡ് ഓഫ് എ കമ്പനി കൈൻഡ് അണ്ടർ ട്രാക്ട്. നിങ്ങൾ ചിന്തിക്കൂ, ഓരോ
2-3 വർഷങ്ങളിലും ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ ഹാൾസ് ത്രെറ്റൻഡ് ആണ് OTT കാരണം, കാറുകൾ ഈ കാർ കാരണം, ഈ കാറും ചിലപ്പോൾ ഹൈ ഡെഫിനിഷൻ കാറുകളും കാരണമുണ്ടായേക്കാം. നിങ്ങളുടെ പ്ലെയിനുകൾ ചിലപ്പോൾ ഈ പ്ലെയിനുകൾ വരില്ലെന്ന് ആര് കണ്ടു? ഹൗ ഫാസ്റ്റ് ദ വേൾഡ് ഈസ് ചേഞ്ചിങ്. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. എത്രയൊക്കെ ഇ-കൊമേഴ്സ് ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ ക്വിക്ക് കൊമേഴ്സായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കൂ ഇക്കാര്യം. നമ്മൾ ആ സ്പീഡിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് സമയത്ത് വേണം, വളരെ വേഗത്തിൽ വേണം. ഈ സമയത്ത് നമ്മൾ സ്വയം ചേഞ്ചായി മാറിയില്ലെങ്കിൽ ക്യാൻ ബി സർവൈവ്? മൈ ആൻസർ ഈസ് നോ. ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ചേഞ്ച് ആകണം? ലെറ്റ് മീ ടോക്ക് അബൌട്ട് ദാറ്റ് നൗ. ഏറ്റവും ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം. ഇക്കാര്യം ആക്സെപ്റ്റ് ചെയ്യണം. ഈ ലോകത്തിനുള്ളിൽ, ഈ പ്രസന്റ് ലോകത്തിനുള്ളിൽ, ചാറ്റ് GPT-യുടെ ഈ ലോകത്തിനുള്ളിൽ നിങ്ങൾ ഇങ്ങനെ വേണം ജീവിക്കുവാൻ. വളരെ വേഗത്തിൽ ഫാസ്റ്റ് ചേഞ്ചുകളെ അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ ചേഞ്ച്, നിങ്ങളുടെ മൈൻഡിനുള്ളിൽ ഞാൻ മാറിയേ തീരുകയുള്ളൂ. രണ്ടാമത്തെ ചേഞ്ച് വളരെ വലിയ ചേഞ്ചാണ്. ആക്ടിവിറ്റീസ് ആൻഡ് നോ വറി ഓഫ് റിസൾട്ട്സ്. ഇതിൽ നിന്ന് മാറണം. വി സപ്പോസ് ടു ഡു ദോസ് ആക്ടിവിറ്റീസ് വിച്ച് വുഡ് ഗീവ് യു ഫണ്ടാസ്റ്റിക് റിസൾട്ട്സ്. പാസ്റ്റിൽ നമ്മൾ ആക്ടിവിറ്റികളെ ചെയ്തിരുന്നുള്ളൂ. നമ്മളെല്ലാവരും ദിവ്യന്മാരായിരുന്നു, നമ്മളെക്കാൾ മികച്ചത് ആരുമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഈ അവസ്ഥ വന്നത്. എങ്ങനെ പോസിബിൾ ആകും? നമ്മൾ ആ ആക്ടിവിറ്റികൾ ചെയ്യണം, അതിൻ്റെ റിസൾട്ടും കാണാനാകണം. ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയില്ല. GP ഡോക്ടേഴ്സ് വുഡ് ഓൾവേസ് ബി കോറ മാൻകൈൻഡ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷേ നിങ്ങളോട് ഞാൻ ചോദിക്കാം, ഇന്നത്തെ കാലത്ത് ഏത് ഡോക്ടറുടെ പ്രാക്ടീസാണ് വർദ്ധിക്കുന്നത്? ആ കൺസൾട്ടൻസ് അവർ ഹോസ്പിറ്റലിനുള്ളിലാണ്, അവരുടേത് കൂടുന്നു? അല്ലെങ്കിൽ ആ വലിയ കൺസൾട്ടൻസ് വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾക്കുള്ളിലുള്ളവരാണോ? അഥവാ ലോകം ആ വഴിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല? നിങ്ങളുടെ പക്കൽ ആ സ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങളുടെ ബെൻഡ് ഓഫ് മൈൻഡ് അങ്ങനെ എന്തുകൊണ്ടാകുന്നില്ല? എനിക്കും ആ ഡോക്ടറുടെ അടുത്തേക്ക് അവർക്ക് പറ്റിയ പ്രോഡക്ട്സ് അവരുടെ രീതി അനുസരിച്ച് പ്രൊമോട്ട് ചെയ്യണമെന്ന്. വൈ കനോട്ട് ഐ റിയലി dream myself to that kind of a level where I can really conduct fantastic CMEs? സയൻസിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ കഴിയും. സ്വയം അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. എപ്പോൾ വരെ ഞാൻ ഈ കാര്യങ്ങൾക്ക് മുകളിലേക്ക് പോകുന്നില്ലയോ എനിക്ക് മുന്നേറാൻ കഴിയില്ല. ഐ ആം നോട്ട് സെയിങ് GPs were not be important. GPs എന്നത് നമ്മുടെ സിസ്റ്റത്തിൽ എപ്പോഴും ഉണ്ടാകും. അതെന്തുകൊണ്ട്? കാരണം നമ്മുടെ കമ്പനിക്കുള്ളിൽ 1500 പേർ ജോലി ചെയ്യുന്നുണ്ട് ഡിവിഷനുള്ളിൽ. വേഴ്സസ് മറ്റേതൊരു കമ്പനിയിലാണെങ്കിലും 400-500 ഉള്ളൂ. അത്രയേ കാണുകയുള്ളൂ. ബൈ ഡിഫോൾട്ട് നമ്മുടെ റീച്ച് അങ്ങനെയാണ്. നമ്മേക്കാൾ റീച്ച് ആർക്കും ഇല്ല. അപ്പോൾ GPs നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകും. പക്ഷേ നമ്മുടെ സ്കിൽ സെറ്റ് കൺസൾട്ടന്റിന്റെ അടുത്തേക്ക്, ക്രോണിക് പ്രൊഡക്റ്റിന് മുകളിൽ, ലോങ് ടേം പ്ലാനിങ്ങിന് മുകളിൽ വർദ്ധിക്കേണ്ടതാണ്. അഥവാ അത് വർദ്ധിച്ചില്ലെങ്കിൽ ഒന്നും തന്നെ നടക്കില്ല. വൺ മോർ തിങ്, ദ നെക്സ്റ്റ് തിങ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 12 കോൾ ചെയ്യുക എന്നത് മാത്രമല്ല എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഞാൻ ഇനി മെഡിക്കൽ റെപ്പായാലും ZM ആയാലും 12 ഡോക്ടർമാരിൽ എത്ര റെലവൻറ്റ് ഡോക്ടർമാരുണ്ട്? അവരെ കൺവേർട്ട് ചെയ്യുക. ഞാൻ അവരെ 5 പ്രോഡക്റ്റ് ചെയ്യണോ അതോ 6 പ്രോഡക്റ്റ് ചെയ്യണോ, 10 പ്രോഡക്റ്റ് ഡീറ്റെയിൽ ചെയ്യണോ? ആസ് പെർ ദ പൊട്ടൻഷ്യലിറ്റി, ആസ് പെർ ദ ക്വാളിഫിക്കേഷൻ, ആസ് പെർ ദ പ്രൊഫൈലിംഗ് ഓഫ് ദ ഡോക്ടർ. ചിലർക്ക് 5 പ്രോഡക്റ്റ് ചെയ്യും, ചിലർക്ക് 10 പ്രോഡക്റ്റ് ചെയ്യും. അതെങ്ങനെ പോസിബിൾ ആകും? ഒരു GP ഡോക്ടേഴ്സിനും നമ്മൾ ക്രോണിക് പ്രോഡക്റ്റ് പറയുന്നു, എന്നാൽ ക്രോണിക്കിനെ കമ്പാരിസൺ ചെയ്താൽ ആ അക്യൂട്ട് ഡ്രഗ് 10 മടങ്ങ് എഴുതാൻ കഴിയും. അപ്പോൾ സുഹൃത്തെ, അക്യൂട്ടും പറയൂ, ക്രോണിക്കും പറയൂ. ഓൾ റൈറ്റ്. എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്? ഈ നമ്മുടെ എല്ലാ റിസോഴ്സുകളും ആ ഡോക്ടറുടെ അടുത്ത് ക്രോണിക്ക് ചിലവാകുന്നുണ്ട്, എന്നാൽ അക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഈ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം. പിന്നെ ഇതെല്ലാം ഈ കാരണം കൊണ്ടാണ്. കാരണം നമ്മൾ ഏതൊരവസ്ഥയ്ക്കുള്ളിലും ഡേറ്റ ഇല്ലാതെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പാസ്റ്റിനുള്ളിൽ. വി ഷുഡ് ഡെഫിനറ്റ്ലി ആഡ് ലോട്ട് ഓഫ് ഇൻക്ലനേഷൻ ടുവേർഡ്സ് ഡേറ്റ. ഡേറ്റ ഇല്ലാതെ നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഡോക്ടർമാരുടെ അടുത്ത്, ആസ് എ മാനേജർ മെഡിക്കൽ റെപ്പിനടുത്ത്, ആസ് എ RM നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടും. ജോലി ചെയ്യുന്ന സമയം ആസ് എ ZM നിങ്ങൾക്ക് 3 മാസത്തിൽ ഒരിക്കൽ ജോലി ചെയ്യും. 2 തവണ മീറ്റിംഗിൽ കാണാം. എന്ത് പറയും നിങ്ങൾ? അവരുടെ മുന്നിൽ പുലമ്പിക്കൊണ്ടിരിക്കും. ആൻഡ് യു വിൽ ബി എ ഇൻഎഫക്റ്റീവ് കൈൻഡ് ഓഫ് എ മാനേജർ. ആ ഇൻഎഫക്റ്റീവ് കൊണ്ട് ഈ ഇൻഎഫക്റ്റിവിറ്റിയിൽ നിന്ന് മാറുന്നതിനായി ഡേറ്റകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സൂപ്പർമാന് മുകളിൽ ഗോയിങ് ഫോർവേഡ് വി വുഡ് ബി ഗിവിംഗ് യു ലോട്ട് ഓഫ് ട്രെയിനിങ്. സൂപ്പർമാൻ ഹാസ് ഗോട്ട് എവരിത്തിങ്. അത് നിങ്ങളുടെ ഫോണിൽ, നിങ്ങളുടെ അടുത്ത്, ആ ആപ്പിൽ
സോ വി ആർ ക്രിയേറ്റിംഗ് ദാറ്റ് അറ്റ് ഹെഡ് ഓഫീസ് ലെവൽ. നിങ്ങളും അവിടേക്ക് പോകേണ്ടി വരും, അതർവൈസ് ജോലി നടക്കുകയില്ല. മനസ്സിലാക്കും ഞാൻ പറയുന്ന കാര്യം. ഫോർ എക്സാമ്പിൾ, അഥവാ നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോകുന്നു, ലണ്ടനിൽ പോകുന്നു, ഹിന്ദിയിൽ സംസാരിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന്. ദെൻ യു ആർ ലിവിംഗ് ഇൻ എ ഫൂൾസ് പാരഡൈസ്. ലണ്ടനിൽ നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റൂ, ഭാരതത്തിൽ നിങ്ങൾക്ക് ഹിന്ദി പറയാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ചൈനയിൽ ചെന്നാൽ ചൈനീസ് തന്നെ പറയണം, എങ്കിലേ ജോലി നടക്കൂ. അഥവാ നിങ്ങൾക്ക് ചൈനയിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ലണ്ടനിൽ താമസിക്കണം, അമേരിക്കയിൽ താമസിക്കണം, ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. പിന്നെ ഇംഗ്ലീഷ് പഠിക്കുവാനായി നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകും, ആ പെയിൻ എടുത്തേ പറ്റൂ. ഈ മോഡേൺ ടൈമിൽ സക്സസ്ഫുൾ ആകുന്നതിനായി നിങ്ങൾ ഡേറ്റ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കൺസൾട്ടിംഗ് ഡോക്ടേഴ്സിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സ്കിൽ സെറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, പെയിൻ എടുക്കുന്നില്ല എങ്കിൽ, ഹൗ വിൽ യു പ്രോഗ്രസ്? ബിക്കോസ് ഐ ടെൽ യു ഓണസ്റ്റ്ലി, എൻ്റെ മോൾ എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി അഥവാ നിങ്ങളുടെ കുട്ടികൾ ആസ് എ പേരൻ്റ് എന്ന നിലയിൽ നിങ്ങളെ വെറുക്കരുത്. അഥവാ കുട്ടികൾ പേരൻസിനെ വെറുക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ പേരൻസ് ആ കുട്ടിയെ നന്നായി വളർത്തിയിട്ടില്ല. കുട്ടികൾ എതിർക്കാൻ തുടങ്ങും, കാരണം അവർക്ക് പെയിൻ കൊടുക്കുമ്പോൾ, പുഷ് ചെയ്യുമ്പോൾ സയൻസ് പഠിക്കണം. ഇക്കാര്യങ്ങളൊക്കെ ഞാനും ചിന്തിച്ചു. ദാറ്റ് വാസ് വെരി വെരി എഫക്റ്റീവ്. ലുക്ക് അറ്റ് എനി ഗ്രേറ്റ് ലീഡർ who is reached to any level, or he talks about, look at this particular leader, NVIDIA യുടെ chairman. People with very high expectations have very low resilience. And unfortunately, resilience matters in success. I don't know how to teach it to you except for I hope suffering happens to you. And I was fortunate that I grew up with my parents providing a condition for us to be successful on the one hand, but there were plenty of opportunities for setbacks and suffering, and to this day I use the phrase pain and suffering inside our company with great glee. And the reason, and I mean that, boy, this is going to cause a lot of pain and suffering, and I mean that in a happy way, because you want to train, you want to refine the character of your company. You want greatness out of them. And greatness is not intelligence. Greatness comes from character, and character isn't formed out of smart people. It's formed out of people who suffered. And so and so if I could wish upon you, I don't know how to do it. For all of you Stanford students, I wish upon you ample doses of pain and suffering. The biggest company on this planet Earth, അവരുടെ GDP ഇന്ത്യയേക്കാൾ വലുതാണ്. $4.2 trillion വാട്ട് ഹി ടോക്സ്. സഫറിംഗ് നിങ്ങൾക്ക് നേരിടാൻ കരുത്ത് നൽകണം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരണം, കാരണം അതിലൂടെയേ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കൂ. സോ ഐ വിഷ് യു lot of suffering, lot of problems, lot of standbacks, lot of embarrassment, lot of insult, so that becomes lesson and you grow a lot. All the best, good luck, and have a great year ahead. Bye bye, see you. Thank you.